ഓക്കെ, അത്താഴത്തിന് കഴിക്കാൻ ഈ ഒരു ഒറ്റ ഐറ്റം മതി കേട്ടോ. സൂപ്പർ ഫുഡ് എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. നമുക്ക് നോമ്പിന്റെ സമയത്തുള്ള ക്ഷീണവും തളർച്ചയും വിശപ്പും ദാഹവും ഒക്കെ മാറ്റാനുള്ള ഒരു സൂപ്പർ ഫുഡാണ്. വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സ്ട്രോബെറി ഓട്സ് പുഡിംഗ് ആണ്. ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി, ഒരു തവി ഓട്സ്, കുറച്ച് പാലൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സ്ട്രോബെറി ഓട്സ് മിക്സിങ് നമുക്ക് ഇതിന്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നീട് നമ്മൾ ചിയാ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇന്നത് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലിടുന്ന കാഷ്യൂസ്, ഡേറ്റ്സ്, ഗ്രേപ്സ്, പോംഗ്രാനൈറ്റ്, പിന്നെ ബനാന ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേൻ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് പാലൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തിളപ്പിച്ച് ആറിയ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. കൂടുതൽ ഡ്രൈ ആകാതിരിക്കാനാണ് കേട്ടോ നമ്മൾ പാൽ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ അത്താഴത്തിന്റെ സമയത്ത് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ഫൈബർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.